എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നൈക്കയിൽ നിന്ന് മേടിച്ച കുറച്ച് പ്രോഡക്ട്സിൻ്റെ ഒരു ഹോൾ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. ബാക്കിയുള്ള വീഡിയോസും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കണ്ടന്റെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ പെട്ടി. നമുക്കിതിനൊന്ന് തുറക്കാം. സോ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു മോയ്സ്ചറൈസർ ആണ്. സെറ്റാഫിലിന്റെ ഈ ഒരു മോയ്സ്ചറൈസർ ആണ്. ഞാൻ ന്യൂട്രിഡമിന്റെ മോയ്സ്ചറൈസർ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറേ കാലം. അത് നല്ലൊരു മോയ്സ്ചറൈസർ ആണ്. നിങ്ങൾക്ക് കുറച്ച് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസർ ആയിരിക്കും. ഇൻ കേസ് നിങ്ങൾക്ക് മോയ്സ്ചറൈസർ ഇട്ടാൽ ഓയിലി ആവുന്ന ഒരു സ്കിൻ ആണെങ്കിൽ പ്ലമ്മിന്റെ ഗ്രീൻ ടീ മാറ്റിഫൈങ് മോയ്സ്ചറൈസർ ഉണ്ട്, അതും നല്ലതാട്ടോ. സോ കറന്റ്ലി ഞാൻ ഉപയോഗിക്കുന്ന ഒരു മോയ്സ്ചറൈസർ സെറ്റാഫിലിന്റെ ആണ്. ഒരു മിനി വേർഷൻ മേടിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ കൊടുത്തേക്കാം കേട്ടോ. സോ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇസ് എ ഫൗണ്ടേഷൻ. ഇതാണ് ലാക്മേ 9 to 5 മൂസ് ഫൗണ്ടേഷൻ. ഇത് അതിന്റെ മിനി സൈസ് ആണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫൗണ്ടേഷന്റെ ഷെയ്ഡ് ഷുവർ അല്ല, ഏത് ഷെയ്ഡ് എടുക്കണം എന്നറിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു മിനി ഫൗണ്ടേഷൻ പർച്ചേസ് ചെയ്ത് വെക്കാം. സോ ഇതിന്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് ഭയങ്കര ഒരു പൗഡറി ടെക്സ്ചർ ആണ്. ഞാൻ കാണിച്ചു തരാം. സോ ഇതുപോലെ ഇരിക്കും. ഇത് നിങ്ങൾ ഒന്ന് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര സോഫ്റ്റ് ആണ് സ്കിന്നിൽ. ഒരു പൗഡർ ഇട്ടൊരു ഫീലാണ് നിങ്ങൾക്ക് കിട്ടും. ഒട്ടും ഓയിലി ആക്കില്ല. സോ ഇതിന്റെ കൂടെ തന്നെ ഞാൻ മേടിച്ച മറ്റൊരു പ്രോഡക്റ്റ് ആണ് ലാക്മേയുടെ അൺറിയൽ ബ്ലർഫെക്റ്റ് പ്രൈമർ. പണ്ടും ഈ ലാക്മേയുടെ പ്രൈമർ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ബ്ലർ പെർഫെക്റ്റ് പ്രൈമർ എന്നായിരുന്നു അതിന്റെ പേര്. ഇപ്പൊ അതിന്റെ പാക്കേജിംഗ് ഒക്കെ മാറി ഒരു ഡിഫറെന്റ് പാക്കേജിംഗ് ആണ്. ഇപ്പം അൺറിയൽ ബ്ലർഫെക്റ്റ് പ്രൈമർ എന്നാണ് ഇതിന്റെ പേര് വരുന്നത്. ഇതും അഗെയിൻ ഒരു എന്താ പറയാ, ഭയങ്കര പൗഡറി ഒരു ടെക്സ്ചർ ആണ്. ഇട്ട് കഴിഞ്ഞാൽ ഒരു ക്രീമിനെക്കാട്ടിലും ഇതിനൊരു പിങ്ക് ടോൺ ഉണ്ട്. സോ ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല എന്താ പറയാ, സ്മൂത്ത് ആയിട്ടിരിക്കും. നല്ലൊരു സ്മൂത്ത് ബേസ് നമുക്ക് തരും. പണ്ട് ഞാൻ ഇത് രണ്ടുമായിരുന്നു ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഒരുപാട് കൊല്ലം മുന്നേ ആയതുകൊണ്ട് എനിക്ക് അതിന്റെ ഷെയ്ഡൊന്നും കറക്റ്റ് ഓർമ്മയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒരു മിനി വേർഷൻ വാങ്ങിയിട്ട് നോക്കാമെന്ന് കരുതിയത്. കാരണം മിനി വേർഷനിലെ ഷെയ്ഡ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിന്റെ വലുത് വാങ്ങിക്കാമല്ലോ. സോ ഇത് രണ്ടും ഇട്ടാലൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ കുറച്ചും കൂടെ ഒരു ഗ്ലോയി ആക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് വൈ ദിസ് ഇസ് മൈ പേഴ്സണൽ ഫേവറേറ്റ്. സോ അതാണ് ഈ രണ്ട് പ്രോഡക്റ്റ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ലിപ്സ്റ്റിക് ആണ്. എനിക്ക് ഏത് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാലും കുറച്ച് സമയം കഴിഞ്ഞാൽ അതങ്ങ് ഫേഡായി പോകും. എന്തെങ്കിലും കഴിക്കുമ്പോഴോ എന്തെങ്കിലും കുടിക്കുമ്പോഴോ ഒക്കെ അതങ്ങ് ഫേഡായി പോകും. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇത്തവണ ദുബായിൽ നിന്ന് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മുന്നത്തെ വീട്ടിൽ ക്രൂ ആയിരുന്നു എൻ്റെ സൈഡിൽ ഇരിക്കുന്നുണ്ടായത്. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് മേക്കപ്പിൻ്റെ കാര്യവും ഒക്കെ സംസാരിച്ചപ്പോൾ ആ കുട്ടി എനിക്ക് സജസ്റ്റ് ചെയ്ത ഒരു ലിപ്സ്റ്റിക് ആണ് മെബിലിൻ സൂപ്പർ സ്റ്റേ മാറ്റ് ഇങ്ക്. ഓക്കെ, ഇതാണ് അതിൻ്റെ പേര്. സോ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ സ്വാച്ച് ചെയ്ത് കാണിക്കാം. ഇത് ഞാൻ ഓൺലൈനിൽ മേടിച്ചുകൊണ്ട് എനിക്ക് ഷെയ്ഡ് മാച്ച് ആവുമെന്ന് അത്ര ഷുവർ അല്ലായിരുന്നു. ബട്ട് സ്റ്റിൽ എനിക്കൊരു പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു ലിപ്സ്റ്റിക് വേണമെന്നുണ്ടായിരുന്നു. സോ ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. ഈ പ്രോഡക്റ്റ് വന്നുടനെ സ്വാച്ച് ചെയ്ത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇത് കഴുകാൻ ഞാൻ പെട്ട പാടൊന്നും പറയണ്ട. സൂപ്പർ സ്റ്റേ എന്നുള്ള പേര് എനിക്ക് തോന്നുന്നു കറക്റ്റാണ്. കാരണം അത് അത്രയും സ്റ്റേ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ കോക്കനട്ട് ഓയിലൊക്കെ ഇട്ട് റബ്ബ് ചെയ്തിട്ടൊക്കെയാണ് കളഞ്ഞത്. അപ്പോൾ എന്തായാലും ലിപ്സിലിടുമ്പോൾ അതവിടെ സ്റ്റേ ചെയ്യുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. സോ നമുക്ക് എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ബട്ട് മെബിലിൻ സൂപ്പർ സ്റ്റേ ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് യുവർ റിവ്യൂസ്. ഓക്കെ, അടുത്ത പ്രോഡക്റ്റും ഒരു ലിപ്സ്റ്റിക് തന്നെയാണ്. സോ അതും മെബിലിൻ്റെ വൈനൽ ഇങ്ക് എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. സോ ഈ ഒരു സംഭവം നന്നായിട്ട് സ്റ്റേ ചെയ്യും, നല്ലൊരു ഗ്ലോസ് തരും, ലിപ്സ് ഒട്ടും ഡ്രൈ ആക്കില്ല. ഒരു ഹെവി ആയ ലിപ്സ്റ്റിക് ഇട്ടാലും ആ ഒരു ഹെവി ആയിട്ട് നിൽക്കില്ല. സോ അങ്ങനെ കുറച്ച് ബെനിഫിറ്റ്സ് ഇതിനുണ്ട്. ഞാൻ ഇതിൻ്റെ വിറ്റി എന്ന് പറയുന്ന ഷെയ്ഡാണ് കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ അതല്ല ഇട്ടിരിക്കുന്നത്. പക്ഷെ എൻ്റെ മുന്നത്തെ കുറച്ച് വീഡിയോസിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ഷെയ്ഡാണെന്ന്. അപ്പോൾ മെബിലിൻ വിനൈൽ വിറ്റി ആയിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതാണ് ലിപ്പി. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് നമ്മളൊന്ന് നന്നായിട്ട് ഷേക്ക് ചെയ്യണം. ഇതിനെ ഞാൻ സ്വാച്ച് ചെയ്ത് കാണിക്കാം.
അഗെയിൻ നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ, ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. വിറ്റി എന്ന് പറയുന്നത് ഒരു മോർ ഓഫ് ലൈക്ക് ഒരു മോവ് ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. സോ അടുത്ത ഒരു ലിപ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാണ്. സോ ഇത് നൈക്കയുടെ മദ്രാസ് കാപ്പി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. തോന്നുന്നു ഇപ്പോഴും പലരും ന്യൂഡ് ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ഓപ്ഷനാണ്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നതും ഈ ഒരു ഷെയ്ഡാണ്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത്രേ ഉള്ളൂ, കണ്ടോ, ഭയങ്കര ചെറുതാണ്. ട്രാവൽ ഫ്രണ്ട്ലിയാണ്, നമുക്ക് എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ പേഴ്സിൽ ഇട്ടിട്ട് കൊണ്ടുപോകാം. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നത് ഈ ഷെയ്ഡാണ്, മദ്രാസ് കാപ്പി എന്ന് പറയുന്നത്. ഒരു ന്യൂഡ് ഷെയ്ഡാണ്, ബ്രൗൺ തന്നെയാണ്, ന്യൂഡ് ബ്രൗൺ എന്ന് വേണമെങ്കിൽ പറയാം. സോ അതിൻ്റെ സ്വാച്ച് ഞാൻ കാണിച്ചു തരാം. സോ അതാണ് നമ്മുടെ മദ്രാസ് കാപ്പി. മദ്രാസ് കാപ്പിയുടെ കൂടെ തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന വേറൊരു ഷെയ്ഡ് എന്ന് പറയുന്നത് നമ്മുടെ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഗിവ് മീ മോക്ക. ഭയങ്കര നല്ലൊരു ഷെയ്ഡാണ്. ഞാൻ അതിൻ്റെ ഓൾമോസ്റ്റ് ഒരു 2-3 അല്ലെങ്കിൽ 3-4 എങ്കിലും മേടിച്ചിട്ടുണ്ടാവും. ഞാനത് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സിന്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കസിനും ഒക്കെ മേടിച്ചിട്ടുള്ളൊരു ഷെയ്ഡാണ് ഗിവ് മീ മോക്ക, കാരണം നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു മസ്കാരയാണ്. സോ ഇതാണ് ആ മസ്കാര, മാൾസിൻ്റെ ഒരു വോള്യൂംനെസ് മസ്കാരയാണ്. സോ അതിൻ്റെ ഒരു വോണ്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നമുക്ക് നല്ല കേർലി ആയിട്ട് നമ്മുടെ ഐലാഷസ് ഒക്കെ എഴുതാൻ പറ്റും. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ ഹൈലൈറ്റർ പ്ലസ് ബ്ലഷ്. ഇതാണ് വരുന്നത്. ഇതിൽ നല്ല ഷിമ്മറി ഷെയ്ഡ്സ് ആണ് വരുന്നത്. പിങ്ക് ഉണ്ട്, ന്യൂഡ് ഉണ്ട്, പിന്നെ ഹൈലൈറ്റർ ഉണ്ട്. അങ്ങനെ ഒരു മിക്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ട്രൈ ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും ഭയങ്കര വീഡിയോ. നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നൈക്കയുടെ പ്രോഡക്റ്റ് അല്ല, ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച പ്രോഡക്റ്റാണ്. മേക്കപ്പ് റെവല്യൂഷൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഐ ഷാഡോ പാലറ്റ് ആണ്. ഇതിൽ വരുന്നത് ന്യൂഡ്സ് ആൻഡ് പിങ്ക്സ് ആണ്. അതിൻ്റെ കൂടെ ഒരു ഷിമറി ഷെയ്ഡും ഉണ്ട്. ഞാൻ പൊതുവെ ഷിമറി ഷെയ്ഡ്സ് ഓപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് കുറച്ച് ഷിമ്മറൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. പിന്നെ ഇത് ഞാൻ ചൂസ് ചെയ്യാൻ കാരണം ഭയങ്കര എന്താ പറയുക, ട്രാവൽ ഫ്രണ്ട്ലി ആണ്, നമുക്ക് ക്യാരി ചെയ്യാൻ, അധികം വലുതല്ല. അതല്ലെങ്കിൽ എൻ്റെ ഐഷാഡോ പാലറ്റ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും, ഒരുപാട് കളേഴ്സുള്ളൊരു പാലറ്റാണ്. പക്ഷെ അത് നമ്മൾ എല്ലാ സ്ഥലത്തും കൊണ്ടുപോകണം എന്നില്ല, കാരണം നമുക്ക് ഡെയിലി യൂസിന് എപ്പോഴും ഒരു ന്യൂഡ്സ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് റെഡ് കളർ, ഇപ്പോൾ ഈ പാലറ്റിലുള്ള കളേഴ്സൊക്കെ ഒരു ഡെയിലി യൂസിന് പറ്റുന്നൊരു കളേഴ്സാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പാലറ്റ് മേടിച്ചത്. സോ അതായിരുന്നു നമ്മുടെ നൈക്കയുടെ ഹോൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ നമുക്കിനി വേറെ വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ.